मत्ती रचित सुसमाचार 6वां अध्याय उसका 9वां पद में उन बातों को रेखांकित किया है। കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഒരു ദൈവ പൈതൽ കർത്താവിനെ അറിഞ്ഞ കർത്താവിന്റെ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നത് എങ്ങനെയെന്നാണ്. पिछले दिनों में हम सीख रहे थे कि एक जो इसने प्रभु यीशु को जाना, वो प्रभु का बेटा किस तरह प्रार्थना करना है, ये हम सीख रहे थे। സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കും. स्वर्गीय पिता, वो आपका नाम पवित्र माना जाए, ये हम सीख रहे थे। യഥാർത്ഥമായ ഒരു വീണ്ടും ജനനം അല്ലെങ്കിൽ what is the proof that you are born again radically and truly? एक नया जन्म, क्या सबूत है कि आपका जन्म फिर से हुआ है करके? നമ്മുടെ സ്വാർത്ഥത മാറി നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം കർത്താവിങ്കിലേക്കായിത്തീരുന്നു. हमारा स्वार्थ हटकर निस्वार्थ रूप से हमारा जो ध्यान है, हमारा लक्ष्य है, वो परमेश्वर की ओर होना है। നമ്മുടെ സെൽഫ് സെന്റേഡ്നെസ്, നമ്മുടെ സ്വാർത്ഥത അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, എനിക്ക് വേണ്ടിയുള്ള ജീവിതം മാറി ആ സ്ഥാനത്ത് ദൈവം കടന്നു വരുന്നു, ദൈവ സ്നേഹം കടന്നു വരുന്നു. मैं जो स्वार्थ भावना, मैं जो भावना है, वो हटकर प्रभु हमारे जीवन में आ रहा है। ഇതുവരെ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചതെങ്കിൽ, നമ്മുടെ ശരികളാണ് നമ്മളെ നടത്തിയതെങ്കിൽ, നാം തിരിച്ചറിയുന്നു എൻ്റെ ശരികളെല്ലാം ശരികളല്ല, എനിക്കും തെറ്റുപറ്റാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. अभी तक हमारे लिए हम जी रहे थे, हम सही है ऐसे करके जी रहे थे, परंतु आज हम जान गए हम सही नहीं है, हमारे जीवन में गलतियां हुई है। എനിക്ക് കഴിവുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ആരുടെയും ആവശ്യമില്ല എന്ന് തോന്നിയിരുന്നിടത്ത് ഞാൻ കഴിവില്ലാത്തവനാണ്, മറ്റുള്ളവരുടെ സഹായം കൊണ്ടുകൂടെ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരും. मेरे में बहुत योग्यता है, मैं बहुत योग्य हूँ, उसके विपरीत मेरे में कोई योग्यता नहीं है, मुझे दूसरों की जरूरत है, इस सोच के साथ अभी मैं जी रहा हूँ। അതായത് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത് നമ്മളായിരുന്നു, എന്നാൽ ഇന്ന് നാം നമ്മെ നയിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. इसका मतलब अभी तक हम अपने आप को हम चला रहे थे, परंतु अब से प्रभु यीशु हमें अपने रीति में चला रहा है। എൻ്റെ ജീവിതം, എൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും എന്നിൽ കേന്ദ്രീകൃതമായിരുന്നു, എന്നാൽ ആ കേന്ദ്ര ബിന്ദു മാറി അത് ദൈവത്തിലേക്ക് കേന്ദ്രീകൃതമാകുവാനായിട്ട് തുടങ്ങി. मेरी सारी आवश्यकता मुझ पर केंद्रित हुआ था, परंतु आज से वो हटकर प्रभु यीशु की ओर केंद्रित हुआ है। അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഉയരത്തിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ऐसे ही व्यक्ति को स्वर्ग की ओर देखकर पुकार कर कह सकता है, हे स्वर्ग पिता, तेरा नाम पवित्र माना जाए। അത് കഴിഞ്ഞ് ആ സ്വഭാവത്തിലാകുന്ന ഒരു വ്യക്തി, ആ രൂപത്തിലാകുന്ന ഒരു വ്യക്തി തുടർന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്റെ രാജ്യം വരണമേ, ദൈ കിങ്ഡം കം. उसके बाद में वो जो परिवर्तित हुआ व्यक्ति किस तरह प्रार्थना करता है, आपको मालूम है? आपका राज्य आने पाए। അതിന്റെ അർത്ഥം ഇതാണ്: ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവ സ്നേഹം രുചിച്ചറിയുന്ന, ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അസഹനീയമായി മാറുന്നു. इसका मतलब ये है कि जो प्रभु की इच्छाओं पर चलकर जो परमेश्वर की ओर आते हैं, वो एक असहनीय है उनका जीवन बिताना। കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ലോകത്തിൽ ഏത് സാഹചര്യങ്ങളുമായിട്ട് ഇഴുകിച്ചേരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമായിരുന്നു. प्रभु को जानने से पहले संसार के किसी भी रीति से, किसी भी तरह से जीवन बिताना हमसे हो सकता था। പക്ഷെ ഇന്ന് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലുള്ള ജീവിതം നമുക്ക് വളരെ പ്രയാസകരമായി, ദുഷ്കരമായി നാം അനുഭവിക്കുകയാണ്. परंतु जब से हमने प्रभु यीशु मसीह को जाना, हमारा जीवन बहुत कठिन और एक मुश्किल भरे अवस्था से जा रहा है.
നാം ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ അധർമ്മ്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഭരണാധികാരികളെ നോക്കിക്കേ, നമ്മുടെ ചുറ്റുപാടുള്ളവരെ നോക്കിക്കേ, എവിടെ നോക്കിയാലും നമുക്കൊരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്തവണ്ണം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി ജീവിക്കുന്ന ഒരു ജീവിതത്തെയാണ് നമ്മുടെ ചുറ്റുപാട് നാം കാണുന്നത്. जब हम आसपास देखते हैं तो अधर्म, राजनीति और हर तरह के जो विरोध बढ़ रहा है, किसी भी तरह देखो हमें आसानी से जीवन बिताना मुश्किल हो रहा है, ये हम देख पा रहे हैं। സമാധാനമില്ലാത്ത വ്യക്തികൾ, സ്വസ്ഥതയില്ലാത്ത വ്യക്തികൾ, സന്തോഷമില്ലാത്ത വ്യക്തികൾ, ഭാരങ്ങളിൽ മാത്രം കടന്നു പോകുന്നതുകൊണ്ട് നിരാശയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന വ്യക്തികളെയാണ് നമ്മുടെ ചുറ്റുപാട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. समाधान नहीं है, संतोष नहीं है, खुशी नहीं है और बोझ के नीचे दबकर चल रहे हैं, ऐसे व्यक्ति को हम अपने आसपास देख पा रहे हैं। കുടുംബത്തിൽ സമാധാനമില്ല, സഭകളിൽ സമാധാനമില്ല, ജോലി സ്ഥലത്ത് സമാധാനമില്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ സമാധാനമില്ല. എങ്ങും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കാണാതെ വരുമ്പോൾ നാം അറിയാതെ തന്നെ ഉയരങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ. जब इस समय हमारे आसपास में शांति नहीं है, हमारे घर में शांति नहीं है, हमारे परिवार में शांति नहीं है, तो हम अनजाने में ऊंचाई की ओर ताकते हुए कहते हैं, हे पिता आपका राज्य आने पाए। നമുക്കറിയാം, നമ്മുടെ കർത്താവ് രാജാവായി വന്നു കഴിഞ്ഞാൽ, സകല നിയന്ത്രണവും കർത്താവിന്റെ കരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടന് നിലനിൽപ്പില്ലെന്ന് നമുക്കറിയാം. ഏത് സ്വസ്ഥതയില്ലാത്തവർക്കും സ്വസ്ഥത കൊടുക്കുവാൻ കർത്താവിന് കഴിയുമെന്നറിയാം. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുവാൻ കഴിയുമെന്നറിയാം. എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമായാലും സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചാലും അതിന്റെ മധ്യത്തിൽ നമ്മുടെ കരങ്ങളിൽ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ താങ്ങുവാൻ തക്കവണ്ണം തനിക്ക് കഴിയുമെന്ന് ദൈവവചനത്തിൽ നിന്ന് നാം കർത്താവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട്. परमेश्वर के वचन में हम ये जान पाते हैं कि जब हमारा राजा हमारे बीच में आता है, जिनके पास शांति नहीं उनको शांति मिलती है, जिनके पास जो समस्या में उनका समस्या हटाकर वो बिल्कुल सही कर सकता है, ऐसे हम वचन में देख पाते हैं। അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. इसलिए हम प्रार्थना करते हैं, परमेश्वर आपका राज्य आने पाए। 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. दूसरा पत्रस 3रा अध्याय उसका 13वां वचन में एक बहुत मनोहर वचन को हम यहाँ पे पढ़ते हैं। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. वहां पर हम इस प्रकार पढ़ते हैं, उसकी प्रतिज्ञा के अनुसार हम एक नए आकाश और नई पृथ्वी की आस देखते हैं। ഇവിടെ അപ്പോസ്തലനായ പത്രോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഓർമ്മിപ്പിക്കുകയാണ്, നാം നോക്കിയിരിക്കേണ്ടത് നീതി വസിക്കുന്ന ഒരു ആകാശത്തിനും ഭൂമിക്കും വേണ്ടിയായിരിക്കണം. जहाँ पे प्रेरित पत्रस के द्वारा इस प्रकार बताया गया है, एक नई आकाश, एक नई पृथ्वी जो धार्मिकता पर वास करती है। നമുക്കറിയാമല്ലോ, ഈ പക്ഷികളെ അല്ലെങ്കിൽ ബേർഡ്സ് അതിന് നെസ്റ്റ്, അതിന്റെ കൂട് വെക്കുന്നത് ഈ ബഹളമുള്ള സ്ഥലങ്ങളിലൊന്നും ആയിരിക്കത്തില്ല. എവിടെയെങ്കിലും സ്വസ്ഥതയുള്ളിടത്തോട്ടും മാറിയാണ്, അല്ലെങ്കിൽ തനിക്ക് സമാധാനമായിട്ട് ഉറങ്ങുവാൻ കഴിയുന്ന, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കഴിയുന്ന ഒരു ഇടം തേടിയായിരിക്കും ഒരു പക്ഷി കൂട് വെക്കാനായിട്ട് പോകുന്നത്. हम देखते हैं कि जो पक्षियां है, जो चिड़िया है, वो भीड़ भाड़ और जहां शोरगुल होता वहां पर अपना घोंसला नहीं बनाती, परंतु एक शांत जगह पर अपने बच्चों को पालने के लिए एकांत जगह पर वो अपने घोंसले को बनाती है। ഈ അധർമ്മം പെരുകിയിരിക്കുന്ന, പാപം പെരുകിയിരിക്കുന്ന, ജഡത്തിന്റെ പ്രവൃത്തികൾ പെരുകിയിരിക്കുന്ന, ദുഷ്ടനായ പിശാചിന്റെ കൈകളിൽ മനുഷ്യൻ ഉപയോഗിക്കപ്പെടുന്ന ഈ ലോകത്തിലുള്ള ജീവിതം കുറച്ചിട്ട് നിത്യവും സമാധാനവുമുള്ള കർത്താവിനോട് കൂടെ ശ്രേഷ്ഠമേറിയ ഒരു ജീവിതം കാക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദൈവ പൈതലും മുന്നോട്ട് കടന്നു പോകേണ്ടത്. इस संसार के तमाम अनीति, तमाम अधार्मिकता वाले जीवन को हटाकर धार्मिकता वाले जगह पर वास करने के लिए प्रभु के लोग हमेशा तैयार होना चाहिए। മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് 37 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ കാലഘട്ടത്തെ ഉപമിച്ചിരിക്കുന്നത് മറ്റൊരു കാലഘട്ടത്തോടാണ്. मत्ती समाचार 24वां अध्याय उसका 27वां वचन में एक और दृष्टांत को हमारे सामने रखता है। അവിടെ ഇങ്ങനെ വായിക്കുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. वहां पर इस प्रकार लिखा है, नूह के समय के समान, नूह के कालघट के समान मनुष्य का पुत्र का आना भी होगा।
ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. जल प्रलय के पहले नूह अपने जहाज में प्रवेश करने से पहले मस्त खा पीकर अपने जीवन को बिताता था। ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. जल प्रलय होकर उनको हटा दिया, वो जान नहीं पाए उसी प्रकार मनुष्य पुत्र का भी आना होगा। അന്നത്തെ ലോകത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇതായിരുന്നു, അവർ ദൈവത്തെ മറന്ന് തങ്ങളുടെ ഭാവിയിൽ തങ്ങൾ നേരിടുവാൻ പോകുന്ന ദൈവിക ന്യായവിധിയെ മറന്ന് തങ്ങളുടെ ജീവിതത്തിൽ അവർ വളരെയധികം ഉല്ലസിച്ചുകൊണ്ട് തങ്ങളുടെ താൽക്കാലിക ജീവിതത്തിൽ സന്തോഷിച്ചുകൊണ്ട് കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അത്. वो समय इस प्रकार था, नूह का समय इस प्रकार था, वो प्रभु को परमेश्वर को भूलकर अपने ही जीवन में व्यतीत करने वाला एक कालघट्ट में वो रह रहे थे। അവരുടെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ തിന്നുക, കുടിക്കുക, ഈ ലോക ജീവിതത്തിൽ ആനന്ദിക്കുക, വിവാഹത്തിന് കൊടുക്കുക, വിവാഹം കഴിക്കുക. ഈ ഭൂമി അവർക്ക് വലുതായി, ഈ ലോകം അവർക്ക് വലുതായി, ഈ ലോകത്തിനു വേണ്ടി അവർ ജീവിച്ചു കൊണ്ടിരുന്നു. उनकी इच्छा क्या होती थी कि इस संसार में खाओ पियो मौज करो शादी करो मस्त रहो, ये था उनका जीवन। എന്നാൽ അതിന്റെ മധ്യത്തിൽ നീതിമാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവന്റെ പേരാണ് നോഹ എന്ന്. तो इन सब के बीच में एक धर्मी व्यक्ति था, उसका नाम था नूह। ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ 9-ാമത്തെ അധ്യായം വരെ നോഹയുടെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. उत्पत्ति की किताब 6 अध्याय से आगे जब आप पढ़ते हैं, हम नूह के जीवन के बारे में देखते हैं। ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഈ ഭൂമി പാപം കൊണ്ട് വഷളായിരിക്കുകയാണ്. ജനങ്ങളുടെ മധ്യത്തിലേക്ക് നോക്കിയപ്പോൾ അവരെല്ലാം പാപത്തിന് കീഴ്പ്പെട്ട് ദൈവത്തെ മറന്നു ജീവിക്കുകയാണ്. जब परमेश्वर ने संसार को देखा तो संसार के लोग पूरी तरह पापमय जीवन बिता रहे थे, वो नाशवान हो रहे थे। അവർക്ക് മുന്നോട്ടുള്ള ജീവിതം, അവർക്ക് മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അവർക്ക് അറിയുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മുഴുവനും അവർ വിചാരിച്ചു അനേക കാലങ്ങളിൽ അവർ ജീവിക്കുവാൻ പോകുന്ന ലോകമാണ് ഇത്, ഈ ലോകം തങ്ങളുടെ സ്വന്തമാണെന്നുള്ളത്. उनको आगे का जीवन के बारे में कुछ पता नहीं, मृत्यु के बाद क्या होगा उनको पता नहीं। वो ये सोच रहे थे कि हमारे पास बहुत जीवन है, ये सब हमारा है, ऐसे विचार के अंदर वो जी रहे थे। എന്നാൽ നോഹയിലേക്ക് ദൈവം നോക്കിക്കഴിഞ്ഞപ്പോൾ ദൈവം മനസ്സിലായി, തന്നെ ഭയപ്പെടുന്ന, നീതിക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന, ധർമ്മത്തെ ഭയപ്പെടുന്ന, ഈ ലോകത്തിന്റെ സംഹിതകൾക്കൊക്കെ മാറി നിന്നുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് നോഹയെ ദൈവം കണ്ടത്. जब परमेश्वर ने नूह को देखा तो नूह इस संसार के हर एक अधार्मिकता से दूर हटकर धार्मिकता, प्रभु की इच्छा को, प्रभु को समझते हुए आगे बढ़ने वाले व्यक्ति के रूप में परमेश्वर ने नूह को देखा। പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പൊ നമ്മൾ പഠിച്ച പ്രാർത്ഥന പോലെ, ഹല്ലേലൂയ നിന്റെ രാജ്യം വരണമേ എന്ന് ഒരു പക്ഷേ നോഹ തന്റെ ഹൃദയത്തിൽ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. अभी हम जो सीख रहे हैं, तेरा राज्य आए, ऐसी प्रार्थना नूह ने अपने जीवन में कई बार प्रार्थना किया होगा। കാരണം ആ മനുഷ്യന്റെ കണ്ണു തുറന്നു നോക്കുമ്പോൾ പാപമാണ് തന്റെ മുമ്പിൽ. സ്നേഹമില്ലാത്തവർ, തമ്മിൽ അടിയുണ്ടാക്കുന്നവർ, തമ്മിൽ വഴക്കുണ്ടാക്കുന്നവർ, ഒരുവന്റെ അവകാശം മറ്റുള്ളവർ പിടിച്ചെടുക്കുന്നു. സമ്മർദ്ദത്തില്, പാപമംഗലമായ ജീവിതത്തിൽ ആ മനുഷ്യൻ സഹിക്കട്ട് ദൈവ ശബ്ദത്തിനു വേണ്ടി എന്നും കാതോർക്കുമായിരുന്നു. वो नूह जब देखता था तो इस संसार में लोग एक दूसरे के विरोध में, एक दूसरे की धन संपत्ति लूटने में, एक दूसरों को झगड़ा करवाने में, और ऐसी अवस्था में जब वो देखता था तो वो परमेश्वर की ओर ताकता हुआ और इस प्रकार देखता था। സഹോദരങ്ങളെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. അതിന് സമാനമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ മധ്യത്തിൽ എത്ര പേര് ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഇത് കണ്ട് ഞങ്ങൾക്ക് മടുത്തു, ഇത് കേട്ട് ഞങ്ങൾക്ക് മടുത്തു, ഹല്ലേലൂയ അങ്ങയുടെ രാജ്യം എപ്പോഴാണ് വരുന്നത്? प्रिय लोगों, आप जब ये सब देखते हैं, ये सब अनीति जब देखते हैं, आप में से कितने लोग हैं परमेश्वर की ओर ताकते हुए बोलते हैं, परमेश्वर अब बस हो गया, अब बस हो गया, आपका राज्य आने पाए? അതോ നിങ്ങളിൽ എത്ര പേര് ഇനിയും ഈ ലോകത്തിൽ 1000 വർഷം ജീവിക്കണമെന്ന് കരുതി ഈ ലോകക്കാരെ പോലെ ഈ ലോകത്തിലുള്ളതിനു വേണ്ടി ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ ഓടി, അതിന്റെ പിന്നാലെ സമയം കളഞ്ഞ് സ്വസ്ഥതയില്ലാത്ത ജീവിതം നയിക്കുന്ന എത്ര പേരുണ്ട്?
उसके विपरीत आप में से कितने हैं मुझे और जिंदगी जीना है, इस संसार की तरह और जीवन जीना है, समाधान जीना है, ऐसे चिंताओं में कितने लोग हैं आप जी रहे हो। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. നിങ്ങൾ കരുതിയേക്കാം കുറച്ച് സമ്പത്തുണ്ടെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ മാറുമെന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യത്തിൽ അസുഖങ്ങളുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകാം. അവർ കരുതുമായിരിക്കും എന്റെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾ തീരുമെന്ന്. ചിലർ വിചാരിക്കുന്നുണ്ടാകാം എനിക്ക് വീടൊന്നുമില്ലൊരു വീട് കിട്ടിയാൽ എന്റെ പ്രശ്നം മാറും. ചിലർ കരുതുന്നുണ്ടാകാം എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയാൽ എന്റെ പ്രശ്നം മാറുമെന്ന്. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതെല്ലാം ലഭിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ആരിലും നിങ്ങളുടെ ജീവിതത്തെക്കാൾ നരകതുല്യ ജീവിതമാണ് അങ്ങനെയുള്ളവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. आप में से कितने हैं जो सोचते कि मैं गरीब हूँ, मेरे जीवन में धन नहीं है, धन मिल गया सब ठीक हो जाएगा, घर नहीं है, घर मिल जाए सब ठीक हो जाएगा, और संतान नहीं है, संतान मिल जाएगा तो सब ठीक हो जाएगा। मेरे प्रिय लोगों, मैं आपसे कहना चाहता हूँ, ये सब प्राप्त किए व्यक्ति, ये सारे चीजें प्राप्त किए व्यक्ति आपके जीवन से भी नरक भरे जीवन, वो दुविधा अवस्था जीवन है उन लोगों का जीवन। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കണമേ. ഈ ലോകത്തിലുള്ളത് മുഴുവൻ നമുക്ക് ലഭിച്ചാലും, അധികാരം ലഭിച്ചുകൊള്ളട്ടെ, ധനം ലഭിച്ചുകൊള്ളട്ടെ, ആരോഗ്യം ലഭിച്ചുകൊള്ളട്ടെ, മറ്റു സമൃദ്ധികൾ ലഭിച്ചുകൊള്ളട്ടെ, എല്ലാം ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞ് ലഭിച്ചാലും ശരി, ഒരു കാര്യം ഓർക്കണമേ. ദൈവം നിന്റെ പക്ഷത്തില്ല എങ്കിൽ നിന്റെ ഹൃദയത്തിന് സ്വസ്ഥതയോ സമാധാനമോ സന്തോഷമോ ഉണ്ടാകുകയില്ല. मुझे सुनने वाले प्रिय भाई बहनों, ये संसार के सब चीजें आपने प्राप्त कर लिया होगा, और संसार के सारे बातें क्यों ना प्राप्त कर लिया होगा, परंतु यदि परमेश्वर आपकी ओर नहीं है तो ये सब के सब व्यर्थ है। കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഇതൊന്നുമില്ലെങ്കിലും നാം സ്വസ്ഥമായി ജീവിക്കും. കാരണം ഇതെല്ലാം കളഞ്ഞു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ മിഷണറിമാരെ, ദൈവഭക്തന്മാരെ, ഭക്തകളെ കുറിച്ച്, അപ്പോസ്തലന്മാരെ കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനേകരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ओ ये सब को त्याग कर ओ परमेश्वर के पीछे चलने वाले लोग हम होने पाए। हम वचन में सीखते हैं कि ये सारे चीजों को त्याग कर परमेश्वर के पीछे चले हुए कई भक्त लोगों के बारे में हम इस वचन में देखते हैं। നിങ്ങൾക്കറിയാമോ, നോഹയുടെ ജീവിതത്തിലേക്ക് ദൈവം നോക്കിയിട്ട് നോഹയോട് പറഞ്ഞു, ഈ ലോകത്തെ നശിപ്പിക്കുവാനുള്ള കാലം വന്നിരിക്കുകയാണ്, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ഭൂമിയിൽ ഞാൻ നോക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും എന്നെ ഭയപ്പെടുന്നു, എന്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എന്റെ കോപമാകുന്ന ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് പോവുകയാണ്. जब नूह को देखते हैं कि मैं तुमको इस जल प्रलय से बचाऊंगा, इस पूरे दुनिया को नष्ट करूंगा, परंतु नूह के धार्मिकता के कारण, नूह की अच्छाई के कारण मैं उस नूह के परिवार को इस जल प्रलय से बचाऊंगा करके परमेश्वर यहाँ पे बोल रहा है। ദൈവം പറഞ്ഞ ആലോചന പ്രകാരം നോഹ ഒരു പെട്ടകത്തിന്റെ പണി ആരംഭിക്കുകയാണ്. परमेश्वर ने बताए हुए आज्ञा के अनुसार नूह एक जहाज का निर्माण प्रारंभ कर रहा है। ആ പെട്ടകം പണിയുവാൻ അവൻ തുടങ്ങിയ നിമിഷം മുതൽ അതിന്റെ ഓരോ പ്ലാങ്കും അവൻ കട്ട് ചെയ്യുമ്പോൾ, അതിന്റെ അളവെടുത്തത് പണിയുമ്പോൾ, അതിലെ കാണികൾ അടിക്കുമ്പോൾ, അവിടെയൊക്കെയും അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതാണ്, കർത്താവേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ സ്ഥാപിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. जब नूह जहाज के एक एक प्लान को कर रहा था, एक एक योजना को बना रहा था, एक एक लकड़ी को जब वो गाड़ रहा था, बना रहा था, तो उसके नूह के मन में यही इच्छा था, हे परमेश्वर आपकी इच्छा इसके द्वारा पूरी होने पाए। ദൈവത്തിന്റെ ആലോചന അനുസരിക്കുവാൻ തക്കവണ്ണം നോഹയ്ക്ക് ചെലവായത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? परमेश्वर की आज्ञाओं को मानने के लिए नूह ने क्या खर्च किया आपको मालूम है? നോഹയ്ക്കുള്ളത് സകലതും അവൻ ഉപേക്ഷിച്ചു, സകലതും വിറ്റു. ആ പണം കൊണ്ടാണ് ഇത്ര വലിയൊരു പെട്ടകം ഉണ്ടാക്കുവാൻ തക്കവണ്ണം നോഹയ്ക്ക് കഴിയുകയുള്ളൂ. नूह के पास जो कुछ था सब कुछ बेचकर, सब कुछ छोड़कर ये इतना बड़ा जहाज नूह ने बनाया। എത്ര മനുഷ്യരെ കൂട്ടിക്കൊണ്ടു വേണം, എത്ര പേരെ, എത്ര കാർപ്പന്റേഴ്സിനെ കൊണ്ടുവരണം അത് പണിയണമെങ്കിൽ, എത്ര ലേബേഴ്സിനെ അതിനുവേണ്ടി അക്യൂർ ചെയ്യണം, അതിനുവേണ്ട പ്ലാങ്ക്, അതിനുവേണ്ട തടി, അതിനുവേണ്ട മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, മെറ്റീരിയൽസ് ഇത് വാങ്ങണമെങ്കിൽ എന്തുമാത്രം പണം വേണം. നമ്മുടെ വചനത്തിലെങ്ങും വായിക്കുന്നില്ല ദൈവം അവന് പണം കൊടുത്തെന്ന്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നീ ഒരു പെട്ടകം പണിയണം, അതിനുള്ള ചെലവ് നീ തന്നെ വഹിക്കണം എന്ന് കർത്താവ് പറഞ്ഞു.
कितना खर्च लगता है, कितना धन की जरूरत पड़ती है, कितनी मजदूर की जरूरत पड़ती है उस जहाज को बनाने के लिए। वहां वचन में ये सब बात नहीं लिखा कि कितना धन कितना सब कुछ मिला, परंतु वचन में एक चीज वहां पे लिखा हुआ है, परमेश्वर की आज्ञा के अनुसार नूह ने वो जहाज को बनाया, परमेश्वर की आज्ञा को माना वहां पर। തന്റെ തന്റെ കയ്യിലുള്ളതൊക്കെയും അവൻ ചെലവഴിക്കുമ്പോൾ, തന്റെ പുരയിടത്തിൽ നിൽക്കുന്ന, തന്റെ മറമ്പിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ അവൻ വെട്ടുമ്പോൾ ഒരു കാര്യം അവൻ ഉറപ്പുണ്ട്, ഇത് ഞാൻ നിർത്തിയാലും പ്രയോജനമില്ല, ചില നാളുകൾക്കുള്ളിൽ ഇതൊക്കെ നശിക്കാൻ പോവുകയാണ്. उसके उसके जो आसपास के पेड़ को देखा, उसने ये सोचा यदि ये पेड़ यहाँ खड़े रहेंगे तो भी कोई कोई इसका गुण नहीं है, क्योंकि ये एक दिन नष्ट हो जाएगा। കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിക്കുമ്പോൾ, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി, അവന്റെ രാജ്യത്തിന് വേണ്ടി നിനക്കുള്ളത് ചിലത് ചെലവഴിക്കുവാൻ വേണ്ടി പറയുമ്പോൾ നിന്റെ ഹൃദയത്തിലെ പ്രതികരണം എന്താണ്? ഹല്ലേലൂയ! ഇത് എന്നേക്കും നിലനിൽക്കുന്ന സമ്പത്തായിട്ടാണോ നിനക്ക് തോന്നുന്നത്? അതോ കുറച്ചു കാലം മാത്രം ഞാൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്നിരിക്കുന്ന സമ്പത്താണിത്, ഇതിന്റെ ഒരു ഭാഗം കർത്താവിന്റെ പെട്ടകമാകുന്ന സഭയുടെ പണിക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്ന്. जब आप इस संसार में आपके जीवन की जो संपत्ति देखते हैं, क्या आप सोचते हो कि ये हमेशा के लिए है? और ऐसे आप सोचते हैं आप गलत है, क्योंकि वो कुछ समय के लिए है। ये परमेश्वर के भवन के या परमेश्वर का उस जहाज को बनाने के लिए निर्वहन करना आपको जरूरी है। അത് മാത്രമല്ല, വേറൊരു ഭാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോഹയുടെ കാലത്ത് വരെയും ആകാശത്ത് നിന്ന് മഴ താഴേക്ക് പെയ്തിട്ടില്ല. മഴ എന്താണെന്ന് ലോകത്തിൽ ഒരു മനുഷ്യർക്കും അറിയത്തില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ മഴയ്ക്ക് പകരം അന്ന് സസ്യങ്ങളെ നനയിച്ചിരുന്നത് ഭൂമിയിൽ നിന്ന് പൊങ്ങുന്ന മഞ്ഞ് മാത്രമായിരുന്നു. അപ്പോൾ മഴ എന്നൊരു പ്രതിഭാസം അന്ന് വരെ ഉണ്ടായിട്ടേ ഇല്ല. आपको मालूम होगा कि उस दिन उस समय में बारिश नहीं होती थी, वहां पर जो भी उगता था वो ओस के द्वारा उगता था, बारिश उनके दिमाग में कभी आया ही नहीं। അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോഹ മറ്റുള്ളവരോട് പ്രസംഗിക്കുവാൻ തുടങ്ങുന്നത്. ദൈവം മഴ പെയ്യ്ക്കുവാൻ പോകുന്നു, ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് മുക്കുവാനായിട്ട് പോകുന്നു, ഇതെല്ലാം നശിക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഞാൻ ഈ ഉണ്ടാക്കുന്ന പെട്ടകത്തിലേക്ക് കടന്നു വരണം. इस ओस गिरने वाली इस अवस्था में पर नूह को परमेश्वर बोल रहा है, और नूह लोगों से बोल रहा है कि बारिश आने वाली है, जल प्रलय आने वाला है, यह सब नष्ट होने वाला है, आप मन फिराओ। ऐसे नूह वहां पर लोगों को बोल रहा है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിന്റെ പിന്നാലെ, ലോകത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ, പാപത്തിന്റെ പിന്നാലെ ദൈവത്തെ തിരച്ചുകൊണ്ടിരുന്ന ഒരു ജനത്തോട് നോഹ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നോഹ എത്രമാത്രം ഒരു വിഡ്ഢിയായി ചിത്രീകരിക്കപ്പെടും, നോഹയെ എത്രമാത്രം മനുഷ്യൻ പരിഹസിച്ചു കാണും. ഒന്നാമത്, മഴയെന്ന് പറയുന്നത് എന്താന്ന് ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, ആ സ്ഥാനത്ത് മഴ പെയ്യിക്കുമെന്ന് നോഹ പറയുമ്പോൾ മനുഷ്യൻ എത്രമാത്രം കളിയാക്കി കാണും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. जब नूह ऐसे प्रचार कर रहा था जहां पर कभी बारिश को लोगों ने देखा नहीं, जो प्रचार कर रहा था बारिश आने वाला है, तो नूह को लोगों ने कितना ठट्टों में उड़ाया होगा, नूह का कितना मजाक उड़ाया होगा वहां पर लोगों ने। आप सोच सकते हो क्या? കർത്താവിന്റെ വാക്ക് നമ്മൾ ഈ വചനത്തിൽ വായിച്ചു, മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലം പോലെയാകും എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നോഹ അന്ന് പ്രസംഗിച്ചപ്പോൾ ഈ ലോകത്തിലുള്ളവരെ അപമാനിച്ചു, അവനെ പരിഹസിച്ചു, അവനെ നിന്ദിച്ചു, അവനെ വിടക്കെന്നും ഭോഷനെന്നും പൊട്ടനെന്നും ഭ്രാന്തനും എണ്ണി. അതുപോലെ ഇന്ന് ഈ ലോകത്ത് നിന്നുകൊണ്ട് സുവിശേഷം ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവെന്തെന്നറിയുന്നില്ല, ലോകത്തിലെ മനുഷ്യർക്ക് സ്വർഗമോ നരകമോ എന്താണെന്ന് അറിയുന്നില്ല. ഈ ലോകത്തിലുള്ള മനുഷ്യര് നമ്മളെയും അതുപോലെ തന്നെ വിഡ്ഢികളായി കണ്ടേക്കാം, നമ്മളെ നിന്ദിച്ചേക്കാം, നമ്മളെ പരിഹസിച്ചേക്കാം, നമ്മളെ വിടക്കം തെണ്ണിയേക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ നീതി പ്രസംഗിയായ നോഹ നിന്നതുപോലെ നീതി പ്രസംഗികളായി ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം ബലത്തോടെ ചെയ്യേണ്ടിയിരിക്കുന്നു. नूह जब प्रचार कर रहा था, नूह को लोगों ने मजाक किया, परंतु जैसे नूह के दिन, वचन में अभी हमने पढ़ा थोड़ी देर पहले, जैसे नूह के दिन थे वैसे मनुष्य के पुत्र का आना होगा। और जब ये प्रचार ऐसे जब प्रचार कर रहा था, नूह ने कितने निंदाओं को सहा, नूह ने कितने मजाक को सहा। जब आज हम सुसमाचार को सुनाते हैं, उसी प्रकार लोगों को जब मन फिराने के लिए बोलते हैं, हमें भी कई निंदाओं का सामना करना पड़ता है, हमें भी कई बात लोगों का ठट्ठा उड़ाना पड़ता है। परंतु आज संध्या में हमें प्रभु यीशु मसीह के आने का जो सुसमाचार हम सुना रहे हैं, उसके लिए हमें सभी निंदाओं को सहते हुए आगे की ओर बढ़ने के लिए हम तैयार होना है।
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. मत्ती के सुसमाचार 24 के 39 में इस प्रकार लिखा है, जब तक जल प्रलय आकर उन सबको बहा ना ले गया, तब तक उनको कुछ भी मालूम ना पड़ा, वैसे मनुष्य का पुत्र का आना भी होगा. നോഹയുടെ ജീവിതത്തിൽ അവനെ ഏൽപ്പിച്ച വേല മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ജനം അവനെ നിന്ദിച്ചും പരിഹസിച്ചും കൊണ്ടിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ ജലപ്രളയം വന്നു. नूह के समय में जिस प्रकार उस परमेश्वर ने बोला वो बोलता रहा, परंतु उस समय वह जल प्रलय आया. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഹാലലിയ നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപങ്ങളെ വിട്ടു മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രസംഗം കേൾക്കുന്ന അനേകര് നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മളെ പരിഹസിക്കുന്നു, നമ്മളെ നിന്ദിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഒരു ദിവസം അത് സംഭവിക്കും. ഹാലലിയ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ കാഹളധ്വനിയോടുകൂടെ വരാം. ഹല്ലേലൂയ. അന്ന് അവന് വേണ്ടി ഒരുങ്ങിയിരുന്നവർ, നോഹയെ പോലെ കാത്തിരുന്നവർ കർത്താവിനോടുകൂടെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അന്ന് ഈ ലോകത്തുള്ള മറ്റു മനുഷ്യർ തിരിച്ചറിയും, നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ ജനം നശിച്ചതുപോലെ ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിൽ, ഹല്ലേലൂയ, ദൈവവചനത്തെ എതിർക്കുന്ന, സുവിശേഷത്തെ തിരസ്കരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ളവര് നശിച്ചു പോകുന്നത് കാണേണ്ടി വരും. जिस प्रकार नूह का मजाक उड़ाया, उसी प्रकार आज हम सुसमाचार को सुनाते हैं, लोग हमारा निंदा करते हैं, लोग हमारी बदनामी करते हैं, परंतु उनको ये नहीं मालूम कि प्रभु यीशु मसीह एक दिन आएगा और वो इस संसार को नष्ट करेगा. उस समय या सुसमाचार हम सुना रहे हैं, ये लोगों के मन फिराव के लिए कारण होने पाए, और उस समय जो परमेश्वर का सुसमाचार जो हम सुना रहे हैं, वो प्रभु यीशु मसीह के आने के समय में वो पूरा होगा. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഈ നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമ്മളൊന്ന് വായിച്ചു നോക്കാം. मेरे प्रिय लोगों, इब्रानियों की पत्री 11वां अध्याय उसका 7वां वचन में नूह के बारे में क्या लिखा है, हम एक बार पढ़ के देखें. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. यहाँ पे लिखा, विश्वास ही से नूह ने उन बातों के विषय में जो उस समय दिखाई ना पड़ती थी, चितौनी पाकर भक्ति के साथ अपने घराने के बचाव के लिए जहाज बनाया, और उसके द्वारा उसने संसार को दोषी ठहराया और उस धर्म का वारिस हुआ जो विश्वास से होता है. അവിടെ എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കി. അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? അതുവരെ കാണാത്തത് മഴയാണ്, അതുവരെ കാണാത്തത് ജലപ്രളയമാണ്. അതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ദൈവം കൽപ്പിച്ചതുപോലെ ഭയഭക്തി നിമിത്തം, because he feared God, because he feared the word of God, ദൈവവചനത്തെ ഭയപ്പെട്ട് തന്റെയും തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം ഉണ്ടാക്കിയെന്നാണ് വചനത്തിൽ നാം വായിച്ചത്. या वचन में हमने पढ़ा, उस समय दिखाई नहीं पड़ती थी, चितौनी पाकर वो भक्ति के घराने के साथ बचाव किया. अभी तक संसार जो देख नहीं पा रहा, जो डर, जो भय, परमेश्वर का भय जो संसार देख नहीं पा रहा है, वो चीजें वहां पर उन्होंने देख पाया है. हम वचन में पढ़ रहे हैं. അവിടെ എഴുതിയിരിക്കുന്നു, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നുവെന്ന്. यहाँ पर लिखा है, वो संसार को दोषी ठहराकर धर्म का वारिस और विश्वास से होता रहा. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ഈ നോഹ പെട്ടകം പണിഞ്ഞത് എവിടെയാ? സമുദ്രത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചല്ല പണിതത്. അവൻ സമുദ്രത്തിൽ നിന്ന്, കടലിൽ നിന്ന് വളരെ ദൂരെ ഒരിടത്താണ്, തന്റെ പറമ്പിനുള്ളിലായിരിക്കാം അവൻ ഒരു പെട്ടകം പണിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ റോഡിലൂടെ നടക്കുന്നവർ, ആ വഴിയിലൂടെ നടക്കുന്നവര് നോഹയുടെ മക്കളെ നോക്കിയാണ് ഒരു വലിയ പെട്ടകം ഇവർ പണിതുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇതൊരു സ്ഥിരം കാഴ്ചയായി കണ്ടു. അത് കണ്ട് പരിഹസിക്കുകയാണ്. ചിലർ പറഞ്ഞു കാണാം, ഈ പ്രായമായ നോഹയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കാണും, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന പണി എന്താണ്, ഇവരെന്തിനു വേണ്ടിയാണ് ഈ പെട്ടകം പണിയുന്നത്, എവിടെയാ വെള്ളം ഇവിടെ എങ്ങുമില്ല, ഇവരെന്താണ് കാണിക്കുന്നത്? അങ്ങനെ മനുഷ്യൻ പരിഹസിക്കുമ്പോൾ, ലോകം അവനെ വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകം അവനെ നാണക്കെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവനെ പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവൻ ഓരോ ദിവസവും തന്റെ പ്രവൃത്തി കൊണ്ട് തിരിച്ച് ലോകത്തെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
जब नूह यहाँ पे नूह जहाज कोई समुद्र के पास नहीं बना रहा है, नूह शायद अपने अपनी ही जमीन में समुद्र से कोसों दूर अपने ही घर में बना रहा है। जब वो बना रहा है, लोग उनकी निंदा कर रहे, जो वो बोल रहा है लोग उनका मजाक उड़ा रहे, परंतु उनको मालूम नहीं है वो जो लोग उनकी निंदा कर रहे हैं वो अपनी ही जीवन को बर्बादी की ओर लेके जा रहे हैं, ये उन लोगों को मालूम नहीं है। ഒരു കാര്യം ഓർത്തു നോക്കിയ സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. നോഹ ഈ പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഭാര്യ ഒരുപക്ഷെ എതിർത്ത് കാണും, മക്കൾ എതിർത്ത് കാണും. എന്നാൽ ഹല്ലേലൂയ, നോഹ knew what he was doing. He was so much interested in doing that, and he was so much accountable for what God asked him to do. ദൈവം അവനോട് കൽപ്പിച്ചതിൽ നിന്ന് വ്യതിചലിക്കാതെ നോഹയുടെ ഡിറ്റർമിനേഷൻ, നോഹയുടെ ഉറപ്പ് കണ്ടിട്ട് ഭാര്യയും മക്കളും മരുമക്കളും കൂടെ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. जब नूह ये जहाज बना रहा था तो शायद उसकी पत्नी ने उसका विरोध किया होगा, पत्नी ने उसका मजाक उड़ाया होगा, परंतु नूह का जो त्याग है, नूह का जो विश्वास है, नूह का जो समर्पण है, उसको देखकर उनके उनके बीवी, उनके पत्नी, उनके बच्चे सब नूह के साथ इस विश्वास में भागी हुए होंगे। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പാണ്, നമ്മുടെ തീഷ്ണതയാണ്, നമ്മുടെ ത്യാഗമാണ്, ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണമാണ് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള ചിലരെ കൂടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ കൂട്ടുകാരിൽ ചിലരെ കൂടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിൽ ചിലരെ കൂടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. मुझे सुनने वाले प्रिय भाई बहनों, हमारा समर्पण है, हमारा विश्वास है जो हमारे पड़ोसियों को विश्वास में लेके आ सकता है, हमारे दोस्तों को विश्वास में लेके आ सकता है। ये हमारे समर्पण के ऊपर आधारित है। എല്ലാ പരിഹാസങ്ങളുടെയും മധ്യത്തിൽ, എല്ലാ നിന്ദയുടെയും മധ്യത്തിൽ, അനേക നഷ്ടങ്ങൾ സഹിച്ച്, അനേക കഷ്ടങ്ങൾ സഹിച്ച്, അനേക എതിരുകൾ സഹിച്ച് നീ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ കർത്താവിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുമ്പോൾ, ഒന്നിൽ നിന്നും മാറിപ്പോകാതെ ദൈവം തന്ന കൃപയ്ക്കുള്ളിൽ നീ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഓരോ വാക്കുകളും നിന്റെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളും ഈ ലോകത്തെയും നിനക്ക് ചുറ്റുമുള്ളതിനെയും ന്യായം വിധിച്ചുകൊണ്ടിരിക്കുക. मेरे प्रिय लोग हो, जब इस संसार की निंदाओं को सहते हुए, तो आप जब स्थिर रहते हो, आप इस संसार को सारी निंदाओं को सहते हुए जब आप प्रभु पे आश्रित होकर आगे बढ़ते हो, आप इस संसार के लोगों का न्याय कर रहे हो। ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നോ, നിങ്ങൾ പറയുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെന്നും മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ അവർ പറയും, there is something in it. This man believes what he is preaching. जब आप आपके जीवन से जब आप वो सुनते हैं, तब वो आपके जीवन को सुनकर बोलेंगे ये कुछ विशेष बात है, इसके जीवन में कुछ विशेष चीज है जो ये प्रचार कर रहा है, वो इस प्रकार वो लोग आपके लिए बोलेंगे। പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ, നമ്മുടെ പലരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ തീഷ്ണതയില്ല. നമ്മൾ പ്രസംഗിക്കുവാൻ മാത്രം തീഷ്ണതയുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ നോക്കുമ്പോൾ നാം പ്രസംഗിക്കുന്ന പലതുമല്ല നമ്മുടെ ജീവിതത്തിൽ അവർ കാണുന്നത്. प्रिय लोगों, जब लोग देखते हैं हम जो प्रचार करते हैं वो तीक्ष्णता हमारे जीवन में नहीं है, लोग ये हमें देखते हैं, हमारे प्रचार के द्वारा लोग ये देख पाते हैं कि हम उस स्तर पर प्रचार करते, उस स्तर पर हम नहीं जी रहे, उस जोश में हम नहीं जी रहे हैं। നമ്മൾ പ്രസംഗിക്കുന്നു ഈ ലോകത്തിലുള്ളതൊക്കെ മാറാൻ പോകുകയാണ്, നമ്മുടെ പണമെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു, ഈ ലോകം മുഴുവനും തീക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുകയാണ്, ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയാണെന്ന് അവർ കാണും. हम प्रचार करते हैं कि ये संसार आग में नष्ट होने वाला है, हमारे पास जो भी है सब बस में होने वाला है, पर जब दूसरे लोग देखते हैं हमारे पास, हम ये प्रचार करते हैं पर हमारे जीवन में वो सारी बातें हैं जिस पर हम ध्यान दे रहे हैं, हमारा प्रचार वास्तविक रूप में उनको नहीं दिख रहा है। നമ്മൾ പ്രസംഗിക്കുന്നുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന്, മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന്, മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന്. എന്നാൽ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ക്ഷമിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയത്തില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അവർ കാണുന്നില്ല, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർ കാണിക്കുന്നില്ല. നാം പ്രസംഗിക്കുന്നതല്ലാതെ നാം പ്രസംഗിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രസംഗത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസക്തി ഇല്ലാതായി പോകുന്നു. हम प्रचार करते हैं एक दूसरों से प्रेम करो, एक दूसरों को क्षमा करो, हमेशा प्रचार करते हैं, पर जब लोग देखते हैं हम प्रचार तो कर रहे हैं पर हमारे जीवन में प्रेम नहीं है, हमारे जीवन में क्षमा नहीं है, और हम जो भी प्रचार करते हैं उसका कोई भी मान्यता नहीं है, वो सब व्यर्थ है, लोगों को ये समझ में आएगा।
പക്ഷെ നോഹയുടെ ജീവിതത്തിൽ അങ്ങനെയല്ലായിരുന്നു. നോഹ എന്ത് പ്രസംഗിച്ചുവോ അവൻ അതിനുവേണ്ടി മാത്രമായിരുന്നു ജീവിച്ചത്. അത് വെറുതെയല്ല, തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിനെതിരെ താനും തന്റെ കുടുംബവും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവ സന്നിധിയില് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ സോറി, ഇത് ഡിസ്കണക്ട് ആയിരുന്നു. നോ വറീസ്, നോ വറീസ്. ഇവിടെ ഒത്തിരി ചൂടാ, മൊബൈൽ ഹീറ്റ് ആയിട്ട്. നോ വറീസ്, നോ വറീസ്. നോഹ എന്ത് ചെയ്തെന്ന് അറിയാമോ? നോഹയുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ നോക്കിയപ്പോൾ നോഹ എന്താണോ പ്രസംഗിച്ചിരുന്നത് അത് സത്യമെന്ന് താൻ വിശ്വസിച്ചു. നോഹ വെള്ളം വരുമെന്ന് പ്രസംഗിച്ചു. അവന്റെ ജീവിതം കണ്ടാൽ തന്നെ അറിയാം അതിനുള്ള തയ്യാറെടുപ്പ് അവൻ നടത്തുകയായിരുന്നു. അവൻ പറഞ്ഞു ഈ ലോകത്തിലുള്ളതൊക്കെ നാശമാകുവാൻ പോകുന്നു. അവന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ ഈ ലോകത്തിലുള്ളതൊക്കെ നഷ്ടപ്പെടുത്തിയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നത്. അവൻ പ്രസംഗിച്ചതും അവൻ പ്രവർത്തിച്ചതും ഒന്ന് തന്നെയായിരുന്നു. जब लोगों ने नूह के जीवन में देखा, नूह ने जो प्रचार किया वो सत्य था, नूह जो बोलता था वो सत्य था। नूह ने बोला जल प्रलय होगा, हुआ। नूह ने बोला दुनिया नष्ट होगी, होगा। नूह जो प्रचार करता था, लोग जब देखते थे नूह जो प्रचार करता वो सत्य है, ऐसे नूह के जीवन में लोग देख पा रहे थे। അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളിലെ കപടഭക്തി വിട്ടിട്ട് ഹല്ലേലൂയ, നാം പ്രസംഗിക്കുന്നത് സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ നാം പ്രസംഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരണം. നാം അതിനുവേണ്ടി ജീവിക്കുന്നവരാണെന്ന് മറ്റുള്ളവർ കാണുവാനിടയാകണം. प्रिय लोगों, जब लोग हमारे जीवन में देखते हम जो प्रचार करते वो सत्य होना है, तो हम जो प्रचार करते उस प्रकार का जीवन हमारे जीवन में होना जरूरी है। യോഹന്നാൻ 3-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. पहला यूहन्ना 3 अध्याय में एक मनोहर भरे आयत को हम देख पा रहे हैं। 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 3 अध्याय के 2-3 में इस प्रकार लिखा हुआ है, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുന്നു എന്ന് നാം അറിയുന്നു. हे प्रियो, अभी हम परमेश्वर की संतान हैं और अब तक यह प्रकट नहीं हुआ कि हम क्या कुछ होंगे। इतना जानते हैं कि जब वह प्रकट होगा तो हम भी उसके सामने होंगे, क्योंकि उसको वैसा ही देखेंगे जैसा वह है। നമ്മുടെ പ്രത്യാശ അതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെയാകും. വി ഷാൽ ബി ലൈക്ക് ഹിം. അന്നാണ് രക്ഷയുടെ പൂർണ്ണത വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ജഡികമാകുന്ന ഈ ശരീരത്തെ, ഈ ശരീരം ഹല്ലേലൂയ സ്വർഗീയമായ ശരീരമായി മാറുന്ന രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരുമെന്നാണ് ഇപ്പോൾ വചനത്തിൽ വായിച്ചത്. अभी हमने जो वचन में पढ़ा, हमारी आशा यही है कि हमारा जो शरीर नाशवान है और जो नष्ट होकर उसके प्रकट होने पर, उसके आने पर उसके जैसे हो जाएगा, ये हमारी आशा है। ഇതാണ് നമ്മൾ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നത്. എന്റെ കർത്താവ് വാനിൽ വരാറായി, സഭയെ എടുക്കുവാനായി വരാറായി. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങളും അതിനായിട്ട് ഒരുങ്ങുക എന്നാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. हम क्या प्रचार करते हैं? हमारा प्रचार यही है, प्रभु यीशु मसीह आने वाला है, वो स्वर्ग के दूतों के साथ वो आने वाला है। इस संसार में सब नष्ट होने वाले हैं, हम उसके लिए तैयार हैं, हम उसके इंतजार में और हम उसके साथ जाने वाले हैं। ये हमारा प्रचार है। അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവനിൽ ഈ മൂന്നാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. जो प्रभु यीशु मसीह के आने के इंतजार में है, वो लोग किस प्रकार का जीवन बिताते हैं, उसके अगले अध्याय 3 पद में लिखा है, और जो कोई उस पर आशा रखता है वह अपने आप को वैसा ही पवित्र करता है जैसे वह पवित्र है। അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ സഹോദരങ്ങളെ? എന്റെ കർത്താവ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യം വരണമേ വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ രാജ്യം ഇപ്പോൾ വന്നാൽ, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ ഞാനും നിങ്ങളും അവനോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? प्रिय लोगों, ऐसी इच्छा क्या हमारे जीवन में है क्या? हम जब प्रार्थना करते आपका राज्य आने पाए, जब उसका राज्य आएगा, क्या आप और हम उसके साथ बादलों पर उठा लिए जाएंगे? ऐसा दृढ़ विश्वास आपको और मुझ में है क्या? നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധീകരണം വന്നിട്ടുണ്ടോ? ലോകത്തിന്റെ മോഹങ്ങൾ ഇപ്പോഴും നമ്മളിൽ ഉണ്ടോ?
നമ്മൾ രഹസ്യ പാപങ്ങളിൽ ജീവിക്കുന്നുണ്ടോ? കർത്താവിനെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും, അല്ലെങ്കിൽ ദൈവവചനം നമ്മൾ പഠിച്ച് ഈ വചനത്തിന് എതിരായിട്ടുള്ളത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കർത്താവ് വന്നാൽ നാം എടുക്കപ്പെടത്തില്ല. हमारे जीवन में क्या अभी भी ऐसी कोई बात है क्या? कोई भी ऐसी अशुद्धता बात है क्या? कोई भी गुप्त पाप है क्या? यदि ऐसा पाप है मेरे प्रिय लोगों, जब प्रभु यीशु मसीह आएगा, हम प्रभु यीशु मसीह के साथ नहीं जा पाएंगे, प्रभु यीशु मसीह के साथ हम ना उठा लिया जाएगा। ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. ഇപ്പോൾ നമ്മൾ തയ്യാറാണോ ഇല്ലയോ എന്ന് തെളിയിക്കത്തക്കവണ്ണം ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. मैं एक उदाहरण आपको देना चाहूंगा। क्या आप प्रभु यीशु मसीह के साथ जाने के लिए तैयार हो या नहीं? एक उदाहरण के रूप में मैं आपको समझाना चाहूंगा। ഒരു ദിവസം രാവിലെ വെളുപ്പിനെ നമ്മൾ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അവിടെ യേശു കർത്താവ് നിൽക്കുന്നത് കണ്ടു എന്നൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. आप अपने कल्पना में, आप भावना में से सोचिए कि आप जब सुबह उठ रहे हो तो प्रभु यीशु मसीह आपके सामने बाहर खड़ा है। അപ്പോൾ നമ്മൾ പെട്ടെന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞെന്ന് കരുതിക്കോ, അടുത്ത ഒരാഴ്ച നിന്റെ കൂടെ താമസിക്കുവാനായിട്ട്, നിന്റെ വീട്ടിൽ നിന്റെ സാഹചര്യങ്ങളിൽ നിന്നോട് കൂടെ താമസിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. हम जब उठकर बाहर देखते यीशु मसीह सामने खड़ा, और यीशु मसीह तो सामने खड़े होकर आपसे आप यीशु मसीह से पूछ रहे हो, यीशु मसीह आप यहाँ कैसे? और यीशु मसीह बोल रहा है कि मैं अगले एक सप्ताह आपके साथ रहना चाहता हूँ। നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്താണ്? കർത്താവെ അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ്. അതിന് ഉത്തരമായി യേശു വന്നിട്ട് പറയുക, ഒരാഴ്ചത്തേക്ക് നിന്റെ വീട്ടിൽ നിന്റെ കൂടെ നീ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് നിന്റെ കുടുംബത്തോടു കൂടെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. हमारी प्रार्थना क्या था? प्रभु यीशु मसीह आपका राज्य आने पाए, आप आने पाए। जब ऐसे है तो प्रभु यीशु मसीह हमारे सामने आया। अब प्रभु यीशु मसीह एक सप्ताह आपके साथ रहकर आपके साथ भोजन करने के लिए वो आ गया है। ഒരൊറ്റ നിമിഷം ആത്മാർത്ഥതയോടൊന്ന് പറഞ്ഞ്, അത് നമ്മുടെ ഉള്ളിൽ അൺകംഫോർട്ടബിൾ ആണോ കൊണ്ടിരുന്നത്, അതോ സന്തോഷം കൊണ്ട് നമ്മൾ കർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് കർത്താവെ വീടിനകത്തേക്ക് വന്ന് നമ്മൾ പറയുമോ? एक क्षण आप ईमानदारी से आप सोचे और बोले, क्या प्रभु यीशु मसीह जब आपके द्वार पर आके खड़ा है, आप खुशी के साथ प्रभु यीशु मसीह को अपने बाहों में लेकर अंदर स्वीकार करोगे क्या? അതോ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു പേടി വന്നിട്ട് കർത്താവിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും എൻ്റെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഹല്ലേലൂയ, കർത്താവിന് ഇഷ്ടപ്പെടാത്ത വഴികളിലാണ് എൻ്റെ ജീവിത രീതി എന്ന് കരുതി പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഷോക്ക് ഉണ്ടാവുമോ? या उसके विपरीत जब प्रभु यीशु मसीह को देखकर आप ये सोचोगे, अरे यार प्रभु यीशु मसीह के जैसे जीवन में बिता नहीं पा रहा हूँ, प्रभु यीशु मसीह को जो पसंद है वो मेरे जीवन में नहीं है, वो मेरे जीवन में कमी है। एक एक बहुत बड़ा एक चौका, आप बहुत एक अचंभित होकर चौंक कर प्रभु यीशु मसीह को देख पा रहे हो क्या? ഞാനൊന്ന് ചോദിക്കട്ടെ, ആ നിമിഷം മുതൽ കർത്താവ് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന നിമിഷം മുതൽ വീട്ടിലെ അന്തരീക്ഷത്തിനൊരു മാറ്റം വരുമോ? നമ്മുടെ സംസാര രീതി, ഭാര്യയോടുള്ള സംസാര രീതി, ഭർത്താവിനോടുള്ള സംസാര രീതി, കുഞ്ഞുങ്ങളോടുള്ള സംസാര രീതി മാറുമോ? എപ്പോഴും നമ്മൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുമോ? എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, ആ കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം? एक अचानक आने वाला बदलाहट क्या होगा जब प्रभु यीशु मसीह हमारे घर में आएगा? हमारी पत्नी के साथ जैसे व्यवहार करते हुए व्यवहार में बदलावट होगा। हमेशा हम फोन देखते हैं, वो फोन में क्या बदलाव क्या होगा हमारे जीवन में? वो तुरंत एक अचानक होने वाला बदलाव। അന്നത്തെ ദിവസം മുതൽ മുന്നോട്ട് ഒരാഴ്ചത്തേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് മാറ്റം വല്ലതും വരുമോ? നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കുമോ ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്നും സംസാരിക്കുന്ന പോലെ ആയിരിക്കുമോ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത്? ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്നും ഇരിക്കുന്നത് പോലെയാണോ ഇരിക്കുന്നത്? കുഞ്ഞുങ്ങളോട് ഷൗട്ട് ചെയ്യുമ്പോൾ, ഭാര്യയോട് ഉറക്ക വഴക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ആഹാര രീതിക്കകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ അതിന്റെ കുറവുകൾ പറയുന്നത്, ഇതിനകത്തൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ ദിവസങ്ങളിൽ? जब प्रभु यीशु मसीह एक सप्ताह आपके घर में रहने आए, तब आपका जो फोन का देखने का, आप क्या देखते हो, या आपके बच्चों से बात करना, या आपके व्यक्ति के जीवन में आपका जो बात करना, टीवी देखना, ओ ये सब चीजों में क्या बदलावट होगा? क्या बदलावट होगा एक सप्ताह के अंदर जब प्रभु यीशु मसीह आपके साथ रहेगा? അഥവാ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയുകയാണെന്ന് വെച്ചോ, കർത്താവ് അങ്ങനെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മാറേണ്ടതായിട്ട് വരും എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം, സഹോദര സഹോദരി, കർത്താവിന്റെ വരവിന് വേണ്ടി നീ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് വെളിപ്പെടുത്തുന്നത്. आज यहाँ पर बैठे हुए आप में से ऐसे बोलोगे, नहीं मेरे जीवन में बहुत सारी बदलावट आना है, मेरे जीवन में बहुत सारे बातों को हटाना है। यदि ऐसा है तो इसका मतलब ये है कि प्रभु यीशु मसीह के आगमन के लिए आप अभी तक तैयार नहीं हो।
ഇതൊക്കെ എന്ന് മാറ്റുവാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ഇതൊക്കെ इन നാളെ മാറുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ये कब हटाएंगे? कल हटेगा या आने वाले समय में हटेगा? कब हटाएंगे अब इसको? किसी को ये पक्का दृढ़ विश्वास है क्या कल ये हट जाएगा? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് ഉറപ്പ് വല്ലതും ഉണ്ടോ? ഇന്നത്തെ രാത്രി കർത്താവ് വന്നെങ്കിൽ നീ പിന്നെ എങ്ങനെയാണ് എടുക്കപ്പെടുന്നത്? मुझे सुनने वाले प्रिय भाई बहनों, क्या कल हम जी पाएंगे? कल हम जीवित रहेंगे? क्या हमें दृढ़ निश्चय है आज रात को प्रभु यीशु मसीह आएगा तो कब हमारे जीवन से इन सब बातों को हम हटाएंगे? അതല്ല, ഇന്നത്തെ രാത്രി ഉറങ്ങുവാൻ കിടക്കുന്ന നമ്മള് നാളെ രാവിലെ ഉണരുമെന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? आज रात को हम सोए हैं, कल सुबह हम जागेंगे, क्या आपको पक्का पता है? അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ, ഉറപ്പാകുന്നുവെങ്കിൽ, നാം കേട്ട വചനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും നാൾ കേട്ട വചനത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ അനുസരിക്കാത്തതായിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്നെങ്കിൽ, ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് പറ, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ കുറവുകളെ മാറ്റിത്തരണമേ, അങ്ങ് എന്റെ ജീവിതത്തിലുള്ള ഈ ദുഷ്ട സ്വഭാവങ്ങളെ മാറ്റണമേ, അങ്ങ് വെറുക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെന്നിൽ നിന്ന് മാറ്റണമേ എന്ന് ഇപ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. जब आप पिछले दिनों में वचन सुन रहे हैं और कई बातों को जो हटाना है आपके जीवन से नहीं हटाया है, तो आज रात्रि इसी क्षण आप बोलो परमेश्वर से, प्रभु जी मेरे जीवन में ये कमी है, इसको हटाओ, मेरे जीवन में ये बातें हैं उसको हटाओ। क्या आप तैयार हो? क्या आप ऐसे प्रार्थना कर सकते हो कि जो कमी है उसको मेरे जीवन से मैं हटाना चाहता हूँ? आज रात्रि आप बोल सकते हो क्या? ഏതെങ്കിലും പാപത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നതെങ്കിൽ, അരുതാത്ത ഏതെങ്കിലും ബന്ധങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അരുതാത്ത ഏതെങ്കിലും സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, ഇന്നത്തെ രാത്രി ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തോട് നിലവിളിക്ക്, കർത്താവേ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ, അങ്ങയുടെ കൃപ എനിക്ക് തരണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. कोई अनैतिक बंधन जो परमेश्वर को पसंद नहीं है वो क्या आपके जीवन में है क्या? ऐसी कोई भी बातें जो परमेश्वर से दूर करने वाली बातें आपके जीवन में है क्या? यदि है तो आज रात्रि आप परमेश्वर से बोले, प्रभु से बोले, प्रभु जी मेरे जीवन में ये पाप है, मेरे जीवन में कमी है, उसको हटाकर मुझे आपके लिए आपके समूह में खड़े रहने के लिए शुद्ध करो। क्या आप बोल सकते हो क्या? നമ്മുടെ ഉള്ളിൽ ആ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആ മാനസാന്തരം വന്നില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, എത്ര പാട്ടുപാടിയാലും, എത്ര ബൈബിൾ വായിച്ചാലും, എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. हमारे जीवन में जो फर्क होना है वो फर्क नहीं हुआ हो, चाहे हम कितना भी गाना गा ले, कितना भी प्रार्थना कर ले, कितना भी वचन को पढ़ ले, जब तक हमारे जीवन में परिवर्तन नहीं होगा उसका कोई फायदा नहीं है। प्रभु यीशु मसीह आएगा तो हम प्रभु यीशु मसीह के साथ नहीं जा पाएंगे। കർത്താവിന്റെ ഹിതകരമല്ലാത്ത ഏതെങ്കിലും സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ സ്വഭാവം കൊണ്ട് സ്വർഗത്തിൽ പോയി ജീവിപ്പാൻ നമുക്ക് പറ്റത്തില്ല. കാരണം സ്വർഗം പരിശുദ്ധമായ സ്ഥലമാണ്. മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ, കർത്താവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട് കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് അനുദിന ജീവിതത്തിൽ കർത്താവേ എന്നിട്ട് രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ആ രാജ്യത്തിൽ ജീവിപ്പാനായിട്ട് കഴിയൂ. अनैतिकता में चलने वालों को परमेश्वर के राज्य में कोई जगह नहीं है, वो परमेश्वर के राज्य में पहुंच नहीं सकता है। परंतु जो बोलता है कि मुझे पवित्र करो, मैं इस संसार का नहीं परमेश्वर का हूँ, ऐसे चिंता कर कर और इस संसार के सारे अनैतिक से दूर हटकर जो परमेश्वर की इच्छा के अनुसार था, उन्हीं के लिए ही है परमेश्वर का स्वर्ग, परमेश्वर का राज्य। അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 5 मिनट के अंदर प्रभु का वचन को मैं यहाँ पे आज का वचन को समाप्त करना चाहूंगा। നിന്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ രാജ്യത്തിൽ എനിക്കൊന്നും നിക്ഷേപമില്ലെന്നാണ് നമ്മൾ പറയുന്നത്. आपका राज्य आए, इसका अर्थ क्या है आपको मालूम है? इस राज्य में मेरा कोई भी कुछ नहीं है, इस राज्य में मेरा कोई भी वजूद नहीं है। എപ്പോൾ എന്നെ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണെന്നാണ് അങ്ങനെയുള്ള ഒരാൾ പറയുന്നത്. जब भी आप बुलाओगे मैं आने के लिए तैयार हूं, जिस क्षण आप बुलाओगे मैं आने के लिए तैयार हूं, इसका मतलब यह है। നമ്മൾക്ക് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഈ രാജ്യത്തെ ഇപ്പോൾ ഈ ആയിരിക്കുന്നിടത്ത് നിന്ന് കർത്താവ് വിളിച്ചാൽ ഏത് സമയത്ത് വിളിച്ചാലും സന്തോഷത്തോടെ പോകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് തീർക്കുവാൻ കണക്കുകളൊന്നുമില്ല, മറ്റുള്ളവരോട് പറഞ്ഞു തീർക്കുവാൻ വിഷയങ്ങളൊന്നുമില്ല, ആരോടും പകയില്ല, വിദ്വേഷമില്ല. ഏത് നിമിഷം എന്റെ കർത്താവ് വിളിച്ചാലും പോകാൻ തയ്യാറാണ്. ഏത് നിമിഷം എന്റെ കർത്താവ് വന്നാലും അവനോടുകൂടെ ചേരുവാൻ ഞാൻ തയ്യാറാണെന്ന്.
आप में से कितने लोग ये कहते हैं कि ये संसार नाशवार है। आज जब प्रभु यीशु मसीह मुझे बुलाएगा, मैं जाने के लिए तैयार हूँ। इस संसार में मुझे किसी से बैर नहीं है, किसी से कोई भी नफरत नहीं है, किसी से क्षमा मांगने की जरूरत नहीं है। मैं किसी से कोई लेखा जोखा लेने की जरूरत नहीं है। परंतु जिस क्षण प्रभु मुझे बुलाएगा, मैं प्रभु के साथ जाने के लिए तैयार हूँ। आप में से कितने लोग हैं जो बोल सकते हैं? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 19 to 21, അവിടെ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്. मत्ती सुसमाचार 6वां अध्याय उसका 19 और 20 वचन में इस प्रकार लिखा हुआ है, अपने लिए पृथ्वी पर धन इकट्ठा ना करो, जहाँ कीड़ा और खाई बिगाड़ते हैं और जहाँ चोर सेंध लगाते चुराते हैं, परंतु अपने लिए स्वर्ग में धन इकट्ठा करो। वहां पर इस प्रकार बताया गया है। അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വെക്കുവിൻ, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. अगले 20 वचन में इस प्रकार लगा, परंतु अपने लिए स्वर्ग में धन इकट्ठा करो, जहां ना तो कीड़ा और ना कोई बिगाड़ता है और जहां चोर ना सेंध लगाते और ना चुराते हैं, क्योंकि जहां तेरा वहीं तेरा धन है। സഹോദരങ്ങളെ, നമ്മുടെ നിത്യമായ ഭവനം സ്വർഗമാണ്. प्रिय लोगों, हमारा जो हमेशा का घर है, हमेशा का भवन है, वो स्वर्ग है। ഈ ഭൂമിയിൽ എത്ര ജീവിച്ചാലും 80 മാക്സിമം 100 അല്ലെങ്കിൽ 120 വർഷം വരെ നമ്മൾ ജീവിക്കും. इस संसार में हम ज्यादा से ज्यादा 100 या 120 साल हम जी पाएंगे। എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് അത് നിത്യതയാണ്. അവിടെ മരണമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ അനന്തയുഗം സ്വർഗത്തിൽ നമ്മൾ വസിക്കും. परंतु स्वर्ग जो है, वहां पे मृत्यु नहीं है, वहां अनंत जीवन है, अनंत जीवन है, वहां पर मृत्यु नहीं है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാള് നമ്മൾ അധ്വാനിച്ചത് ഈ ഭൂമിയിൽ വെക്കാനുള്ളതാണോ അധ്വാനിച്ചത്, സ്വർഗത്തിലുള്ളത് വെക്കാനാണോ അധ്വാനിച്ചത്? मैं एक बात आपसे पूछना चाहता हूँ, अभी तक जो भी कमाया इस संसार के लिए है या स्वर्ग में प्राप्त करने के लिए आपने कमाया है? ഒരു പ്രഭാതത്തിൽ രാവിലെ എണീറ്റിട്ട് മണിക്കൂറുകളോളം ഈ ചൂടിനകത്ത്, ഈ മഴയ്ക്കകത്ത് ജോലി ചെയ്ത് ഹല്ലേലൂയ ഭക്ഷണം നന്നായിട്ട് കഴിക്കാതെ ഹല്ലേലൂയ നമ്മൾ ഇതിന്റെ പിന്നാലെ ഓടുമ്പോൾ ഈ അധ്വാനിക്കുന്നതൊക്കെ ഇന്ന് കണ്ട് നാളെ ഇല്ലാതായി പോകുന്ന ഈ ലോകത്തിന് വേണ്ടിയാണോ, അതോ നിത്യമായി ഞാൻ പോകുന്ന ഭവനത്തിൽ എനിക്കൊരു നിക്ഷേപം വേണമെന്ന് കരുതി ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഈ ആയുസ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ടോ? हम धूप में बहुत मेहनत कर कर कमाई करते हैं, इस संसार में बहुत सारा धन इकट्ठा करते हैं। क्या आप इस संसार के लिए है, या फिर इसके विपरीत सोचते कि मुझे स्वर्ग में एक स्थान चाहिए, मुझे स्वर्ग में एक जगह चाहिए, उसके लिए मैं संसार में कमा रहा हूँ? क्या आप कर रहे हो इस संसार में? നമുക്കറിയാം, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരെ കുറിച്ച് അറിയാം. അവരാരും ഗൾഫിലെ വീടിന് അവിടെ പൈസ കളയത്തില്ല, ഗൾഫിൽ വേറൊരു കാര്യം വാങ്ങിച്ചു കളയത്തില്ല. അവർക്ക് കിട്ടുന്ന പൈസ ഇന്ത്യയിലേക്ക് അയക്കും. കാരണം അവർക്കറിയാം ഗൾഫിലെ കാലാവധി കുറച്ചു കാലമേ ഉള്ളൂ. അവിടെ അവർക്ക് സിറ്റിസൺ ആകുവാൻ കഴിയത്തില്ല. അവിടുന്ന് അവരെ പറഞ്ഞു വിടുന്ന സമയത്ത് നിത്യമായിട്ടുള്ള നാട്ടിൽ വന്ന് അവർക്ക് വീട് വെക്കണം. അതിനുവേണ്ടിയാണ് അവർ നിക്ഷേപം നാട്ടിലേക്ക് അയക്കുന്നത്. जब हम देखते हैं विदेशों में जो काम करते हैं, गल्फ कंट्रीज में लोग काम करते हैं, तो वहां पर वो लोग अपना धन को वहां इकट्ठा नहीं करते हैं, वो भारत के खाते के अंदर वो धन को लेके आते हैं। उनको मालूम है कि गल्फ राज्य में या फिर विदेशों में मैं हमेशा के लिए नहीं रहूंगा, मुझे एक दिन वापस भारत आना पड़ेगा, इसलिए वो अपना सारा धन संपत्ति भारत में लेके आते हैं। ഇത്രയെങ്കിലും സാമാന്യ ബുദ്ധി നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ ലഭിച്ചിരിക്കുന്ന ആയുസ് തീരുന്നതിന് മുമ്പേ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് എനിക്ക് എന്ത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ എനിക്ക് എന്തെങ്കിലും നിക്ഷേപം ഉണ്ടാകുമോ എന്ന് ദൈവവൈദ്യരെ നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. यदि आपको इतना एक सामान्य समझ है, इतनी सामान्य ज्ञान है, तो आप ये बोलोगे कि इस संसार में जो भी कमाया है, मुझे क्या स्वर्ग में स्थान मिलेगा? इस संसार में जैसे जीवन बिताया, जो मैंने कमाया, क्या उससे मुझे स्वर्ग में स्थान मिलेगा या नहीं मिलेगा? ये समझ के साथ क्या आप जी रहे हो क्या? ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ പരമാധികാരി ദൈവമാണ്. പൂർണ്ണമായി ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന ഒരു ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയൂ.
प्रभु के राज्य में प्रवेश करने का मतलब जो प्रभु के अधीन, प्रभु की आज्ञाओं को मानकर चलने वाले ही प्रभु के राज्य में प्रवेश कर पाएंगे। ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. मैं यहाँ पर अपने शब्दों को विराम देना चाहता हूँ। ഇന്നത്തെ രാത്രിയിൽ ഹല്ലേലൂയ സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. आज रात को प्रिय लोगों, अपने हृदय की गहराई से प्रभु से प्रार्थना करो। ഇന്നത്തെ രാത്രി കർത്താവ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമി വിട്ടു പോവുകയാണെങ്കിൽ, കർത്താവിന്റെ രാജ്യത്തിൽ നമ്മൾ എത്തും. क्या आज रात को यदि प्रभु यीशु आ जाए, क्या आज रात को इस संसार को छोड़कर हम चले जाए, क्या आप परमेश्वर के राज्य में, स्वर्ग में प्रवेश कर पाओगे क्या? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കിക്കേ. ദൈവവചനം കഴിഞ്ഞ നാളുകളിൽ കേട്ടതിനെതിരായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വഭാവമുണ്ടോ? ആരോടെങ്കിലും എന്തെങ്കിലും പകയുണ്ടോ, വിദ്വേഷമുണ്ടോ, എതിർപ്പുണ്ടോ? ഈ ലോകത്തെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടോ? ഈ ലോകത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? ഇതൊക്കെ ഒന്ന് ശോധന ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ഒരു രൂപാന്തരത്തിന് വേണ്ടി. आज रात को पिछले दिनों में जो वचन सुना, उसके आधार पर क्या हम जी रहे? क्या हमारे जीवन में कोई कमी है क्या हमारे जीवन में कुछ बदलने के लिए, कुछ सुधारने के लिए कुछ बातें हैं क्या? अपने आप को जांच कर कुछ समय अपने आप को परख कर कुछ क्षण अपने आप को देखो। ഈ ദിവസങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം പഠിക്കുവാനുള്ള ആഗ്രഹത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാം. इन दिनों में प्रभु के वचन को सीखने के लिए और अधिक गहराई से समझने के लिए प्रभु के सन्निधि में आप हमेशा बैठे रहे। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. हमारे प्रभु यीशु मसीह के अलावा और कोई परमेश्वर नहीं है, और कोई प्रभु है नहीं। അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കാം. उसकी उपस्थिति में हम अपने आप को पूर्ण रूप से समर्पित करें। യേശു കർത്താവിന് കൊടുക്കുന്ന മഹത്വം മറ്റൊന്നിനും ഈ ഭൂമിയിൽ കൊടുക്കാതിരിക്കാൻ സൂക്ഷിക്കുക. प्रभु यीशु मसीह को जो मान सम्मान देना है वो इस संसार में और किसी को ना दे, अपने आप को संभाले। ദൈവവചനം തുറന്ന് യേശു കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് എന്തെന്ന് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുവാനായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. प्रभु यीशु मसीह का वचन जो सीखते हैं उसको मानते हुए, उसको ध्यान से सुनते हुए, पूर्णतः आज्ञा मानते हुए अपने जीवन को बिताए। എപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥന ഇതാകട്ടെ, കർത്താവേ അവിടുത്തെ രാജ്യം വരണമേ. हमेशा हमारे जीवन की प्रार्थना यह होने पाए, परमेश्वर आपके राज्य आने पाए। ആ രാജ്യം മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ. ഈ ലോകത്തിലെ രാജ്യമൊക്കെയും ക്ഷണനേരം കൊണ്ട് ഇല്ലാതായി പോകും. परमेश्वर का राज्य हमेशा स्थिर रहेगा, इस संसार का राज्य हमेशा के लिए नष्ट हो जाएगा। അതുകൊണ്ട് നമുക്ക് നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാം. इसलिए हम सब उस स्वर्गीय राज्य के लिए, स्वर्ग राज्य के लिए तैयार होने पाए। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഇരിപ്പാനും അങ്ങയുടെ വചനം ധ്യാനിപ്പാനും വീണ്ടും ഒരു സമയം കൂടെ തന്നുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാന്റെ കോണം വീണ്ടും ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തോട് ഇടപെടണമേ. അങ്ങയുടെ വചനത്തിൽ വിശ്വസിപ്പാൻ, സമർപ്പിക്കുവാൻ, പുതിയൊരു ജീവിതം ആരംഭിപ്പാൻ ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ ഉണർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിച്ചു. प्रभु के दास ने इस प्रकार प्रार्थना किया, प्रभु जी आपका राज्य इस संसार में आने पर हमारे लोग जो है वो संसार को छोड़कर परमेश्वर के राज्य की ओर ध्यान देने के लिए परमेश्वर सहायता करने पाए। हम सबको तैयार करो, हमारी कमियों को हटाकर, हमारी जितनी भी कमी है उसको हटाकर परमेश्वर की ओर फिरने के लिए प्रभु हमारी सहायता करने पाए। आप में से जितने लोग हैं वो आज अपने आप को निर्णय करने कर प्रभु की ओर समर्पित होने के लिए अपने आप को तैयार करें। आइए हम प्रार्थना करें। परमेश्वर, हमारे जीवनों को आप सुधारो, हमारे जीवनों को आप संभालो। हमारे जीवन में यदि कोई भी ऐसी बातें हैं जो परमेश्वर के राज में प्रवेश करने से रोकती है, उसे आज हटाकर आज के वचन के आधार पर प्रभु हम अपने आप को समर्पित करने पाए। प्रभु जी हमारे जीवन को आप सुधारो, हमारे जीवन में कोई कमी ना होने पाए। प्रभु यीशु मसीह आज रात्रि आ जाए तो हम प्रभु यीशु के साथ में स्वर्ग जाने के लिए हम तैयार होने पाए। हम संसार में रह नहीं जाए, हम संसार में त्याग ना जाए, परंतु परमेश्वर के साथ रहने के लिए प्रभु हमारी सहायता करो। हालेलुया। प्रभु हम में से हर एक को तैयार करो, हमारी कमियों को हटाओ। हम कई बार वचन को सुनकर अनसुना कर लेते हैं, परंतु आज वचन को सुनकर उसको मानकर चलने वाले आप हमें बनाओ। परमेश्वर आपके दास के लिए धन्यवाद जो सुंदर वचन को हमारे जीवन में लेके आए। आगे का वचन प्रभु, आगे का समय प्रभु, जब तक प्रभु यीशु मसीह में आने में देरी ना हो, हम आज के वचन के अनुसार जीवन बिताने के लिए
प्रभु यीशु मसीह अचानक आएगा और अपने लोगों को ले जाएगा, परंतु हम हमेशा तैयार रहने के लिए हमारे जीवन में सहायता करो। सारा आदर महिमा मान आपको देते हैं, मांगते प्रभु यीशु मसीह के नाम से, आमीन आमीन। बेनेडिक्शन प्रार्थना जी पास्टर प्रार्थी പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും വേശകർത്താവേ, അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നടത്തിപ്പും കാവലും തന്നതിനും ആശ്വാസവും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഈ ദിവസങ്ങളുടെ ഹിതപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളോട് കൂടെ ദൈവസഭയോടുകൂടെ ഞങ്ങളെ ഓരോരുത്തരുടെയും മേൽ ക്രിസ്തുയേശുവിന്റെ ഉണ്ടായിരിക്കുമാറാകണമേ। आमेन 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 आमेन। प्रभु ने हमारी प्रार्थना सुना, हाथ उठाकर हम धन्यवाद दे। हालेलुया 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 जय मसीह की जय मसीह की। प्रभु आप सबको आशीष दें। रंजी पास्टर को भी हृदय से धन्यवाद। आसानी पास्टर जी सिकर के अंदर एक एक प्रार्थना में गए हैं, इसलिए आज यहाँ पे नहीं है। प्रभु के दास को, रंजी पास्टर को हेगोबर हृदय से धन्यवाद सुंदर वचन के लिए। और कल की प्रार्थना पास्टर जी अपने ग्रुप में डाल देंगे, व्हाट्सएप ग्रुप में डाल देंगे। कल सुबह 5 बजे प्रार्थना होगा और कल शाम को जो भी प्रभु के दास से, मुझे भी याद नहीं है कौन है, जो भी है आप व्हाट्सएप ग्रुप में आ जाएगा। कल फिर से 6:45 को फिर से हम मिलेंगे। प्रभु हम सबको आशीष दे। थैंक यू, गॉड ब्लेस यू वंस अगेन। रंजी पास्टर को भी बहुत बहुत धन्यवाद। थैंक यू पास्टर सुंदर वचन के लिए। थैंक यू थैंक यू थैंक यू। ओके, प्रभु आशीष दे। कल मिलते हैं सुबह। गॉड ब्लेस यू।